ഗവി ടൂർ പാക്കേജിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തികച്ചും തേക്കിൻ കൂപ്പിലൂടെ മാത്രമുള്ള യാത്രയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഈ വാഹനം കാണുമ്പോൾ നമുക്ക് ടൂറിന് ഉപയോഗിക്കുന്ന വാഹനം ഇതാണോ എന്നൊരു സംശയം വരും. അതിന് തക്കതായ മറുപടി അതിൻ്റെ കോർഡിനേറ്റർ ഗിരി സാർ നമ്മൾക്ക് നൽകും. ടൂർ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള മറുപടിയാണ് നമ്മൾക്ക് തരുന്നത്. ടൂർ അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഈ ടൂറിൻ്റെ ഡ്രൈവിങ്ങിന് ഒരു എക്സ്പെർട്ട് ഡ്രൈവറെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വീതി കുറഞ്ഞ അപകട സാധ്യതയുള്ള റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് ഒരു എക്സ്പെർട്ട് ഡ്രൈവറെയാണ് തന്നിരിക്കുന്നത്. പത്തനംതിട്ട സിറ്റി കറങ്ങിയാണ് ഈ യാത്ര, ഗവി ടൂറിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. ഈ യാത്രയിൽ എടുത്തു പറയേണ്ടിയ കാര്യങ്ങൾ ഇതിൻ്റെ കോർഡിനേറ്റർ ഗിരി സാറാണ്. അദ്ദേഹം നമ്മളെ എല്ലാ ലൊക്കേഷനിലും കൊണ്ടുപോയി ആ ഭാഗങ്ങൾ വ്യക്തമായ വിശദീകരണം തന്ന് ആണ് കൊണ്ടുപോകുന്നത്. ഞാൻ പല പ്രാവശ്യം ഗവി ടൂർ പോയിട്ടുണ്ടെങ്കിലും ബൈബിളിൽ പറയുന്ന നോഹ പെട്ടകമുണ്ടാക്കിയ ഗോഫേർ മരം, പൊന്നമ്പലമേടിലെ മകരജ്യോതി കാണുന്ന സ്ഥലം എന്നിവയൊന്നും കാണുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുവഴിയാണ് നമ്മൾ പോകുന്നത് എങ്കിലും വിശദീകരിച്ച് തരാൻ ആരുമില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ലൊക്കേഷൻസ് എല്ലാം കണ്ടങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഈ പാക്കേജിൽ പോകുമ്പോൾ ഓരോ ലൊക്കേഷനും വിശദീകരിച്ച് തരുവാൻ സാറുള്ളത് കൊണ്ട് നമുക്കതൊരു വലിയ അനുഗ്രഹമാണ്. ഈ ടൂറിൽ ആദ്യം അടവി കൊട്ടവഞ്ചി സവാരിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒന്നാമത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്നാമത്തെ എപ്പിസോഡ് കണ്ട ശേഷം ഈ വീഡിയോ കൂടെ കാണുക. കൊട്ടവഞ്ചി സവാരിക്ക് ശേഷം ഈ വാഹനം തേക്കിൻ കൂപ്പിലൂടെ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് തണ്ണിത്തോട് ജംഗ്ഷനിലെത്തും. തേക്കിൻ കൂപ്പിലൂടെയുള്ള യാത്രയും ഒരു വനത്തിലൂടെയുള്ള യാത്രയുടെ ഫീലാണ് നമുക്കുളവാകുന്നത്. AC ബസ്സിൽ യാത്ര ചെയ്യുന്ന കാലാവസ്ഥയാണ്. എത്ര ചൂടുണ്ടെങ്കിലും നല്ല തണുപ്പാണ് ഈ ഏരിയയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ തേക്കിൻ കൂപ്പുകൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. സർക്കാർ പ്ലാന്റ് ചെയ്ത് വളർത്തിയെടുത്ത തേക്കുകളാണിത്. ഇത് പരിപാലിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അനധികൃതമായി ആർക്കും ഇതിൽ പ്രവേശിക്കാനോ ഇതിൽ നിന്ന് തടി വെട്ടുവാനോ അനുവാദമില്ല. ഇടയ്ക്കൊക്കെ ഗവൺമെൻറ് കൊട്ടേഷൻ ക്ഷണിച്ച് ഇടയ്ക്കുള്ള തടികൾ, ഉണങ്ങിയ തടികൾ, ഇവയൊക്കെ കേടുപാടുകൾ സംഭവിച്ചതൊക്കെ വെട്ടിമാറ്റുന്നതിന് ടെൻഡർ ക്ഷണിച്ച് ടെൻഡർ കൊടുത്താണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ വലിയൊരു അസറ്റാണ് ഈ തേക്കിൻ കൂപ്പ് എന്ന് പറയുന്നത്.
രവി ടൂർ പാക്കേജിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കോർഡിനേറ്റർ ഗിരീഷ് സാറിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ വിരൽത്തുമ്പിലാണ് ഈ ചാനലിൻ്റെ വളർച്ച.